നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ നിന്നും അയൽ രാജ്യമായ നേപ്പാളിലേക്ക് ട്രെയിനിൽ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡറായ ബീഹാറിലെ ജയനഗർ എന്നൊരു സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്നാണ് നേപ്പാളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ ഉള്ളത്. ഞങ്ങൾ ഈ ഭാഗത്താണ് റൂമൊക്കെ എടുത്തത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 450 മീറ്റർ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു വഴിയാണ്, മുഴുവനും പൊടിയാണ് ഇവിടെ. ഇതുവഴി നമുക്ക് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്നെത്തും. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇന്ന് ഇവിടെ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ വൈകുന്നേരം നല്ലൊരു മൂടലുണ്ടായിരുന്നു, അതായത് മഴ ഇപ്പം പെയ്യുന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ പെയ്തൊന്നുമില്ല. ഇപ്പം സമയം 7:40. ഇവിടെ ഒരുപാട് ധാബകളുണ്ട്, അതായത് തട്ടുകടകൾ. ഇവിടെ നിന്നും ഭക്ഷണമൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, കാരണം വൃത്തി വളരെയധികം കുറവാണ്. ഇവിടെയാണ് ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് നേപ്പാൾ കറൻസിയിലേക്ക് നമുക്ക് മാറ്റണം. ഇവിടെ നിന്നായിട്ട് നമുക്ക് മാറ്റാൻ നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, വേഗം വെച്ചവരിയ്ക്കുന്നത് കാണുന്നില്ലേ, അവരൊക്കെ ഇത് എക്സ്ചേഞ്ച് ചെയ്തു തരുന്നവർ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് റുപ്പീസ് എന്തായാലും ചേഞ്ച് ചെയ്യാം. 1200 രൂപയെ നമ്മൾ മാറുന്നുള്ളൂ. ഇവിടെ വന്ന ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. 100 Indian, Nepali, 100, 600, 1600. എണ്ണി നോക്ക്. അതുപോലെ തന്നെ ഇത് ഒറിജിനൽ നോട്ടാണെന്നും കൂടെ നോക്കണം. നേപ്പാളി പെട്ടെന്ന് ഐഡന്റിഫൈ. 100 rupees. 100 rupees. അവിടെ 100 രൂപ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ 1000 ഇന്ത്യൻ രൂപയാണ് നേപ്പാളി റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഏകദേശം 1700 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ആദ്യം ഇത് കാണുമ്പോൾ നമ്മൾ ഏത് നോട്ടാണെന്ന് ചെറിയൊരു സംശയം വന്നു പോയി, കാരണം നേപ്പാളീസിലാണല്ലോ എഴുതിയത്. പിന്നെ എന്താ പറയുക, ആ 100ന്റെ ആ ഒരു സംഖ്യ കണ്ടപ്പോഴാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഈ നേപ്പാൾ കറൻസിയിൽ ഇത് കാണുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും 1700 തന്നത് 1800 ചില്ലറൊക്കെയാണ് വരുന്നത്, ഏത് ഇന്ത്യൻ റുപ്പീസ്. പിന്നെ ഇവരുടെ എന്തായാലും ഒരു കമ്മീഷൻ എടുക്കുമല്ലോ, അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. മണി എക്സ്ചേഞ്ച് പോയി കഴിഞ്ഞാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതായത് ഈ കാണുന്നതില്ലേ, ഇതാണ് ജയനഗർ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഇന്ത്യൻ റെയിൽവേൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നേപ്പാൾ റെയിൽവേൻ്റെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിനിപ്പോൾ ഇതിലൂടെ കയറി നേരെ അപ്പുറത്തേക്ക് നമുക്ക് മുറിച്ചെടുക്കാം. അവിടെ തന്നെയാണ് കസ്റ്റംസിൻ്റെ ചെക്കിങ്ങും ഉള്ളത്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇവിടെയുണ്ട്. ഈ ഭാഗത്താണ് നേപ്പാൾ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടെയാണ് കസ്റ്റംസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉള്ളത്. ഇതുവഴി ഇനി നടന്ന് നേരെ താഴെ പോയി അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കാനുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പം നേരെ ഇറങ്ങി വരുമ്പം കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഉള്ള ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്, ജയനഗർ. ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ടൈമിംഗ് ഒക്കെ ഉള്ളത്. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെയൊക്കെ ടൈമിങ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു വർഷമൊക്കെ ഇവിടെയുണ്ട്. 2022 ഏപ്രിൽ 2 നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണിത് ഉദ്ഘാടനം ചെയ്തത്. നേപ്പാൾ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തത് കാണാം. അതുപോലെ തന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ ഒരു റേറ്റൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള സമയമായോ എന്നറിയില്ല, കാരണം ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. നേപ്പാളിലേക്കുള്ള ഫസ്റ്റ് ട്രെയിൻ 9:45, പിന്നെ 1:30, പിന്നെ 4:30. ഒരു ദിവസം 3 ട്രെയിനേ ഉള്ളൂ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ 8:35, 11:45, 3:15, അങ്ങനെയാണ്. 8:30 ഇപ്പോഴാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയത്. നവീൻ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുകയാണ്. ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നേപ്പാൾ സ്വദേശികളൊക്കെ ഉണ്ടായിരുന്നു. പലരുടെയും കയ്യിൽ എന്താ പറയുക, നേപ്പാളി റുപ്പീസ് ഉണ്ടായിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവിടെ നേപ്പാളി റുപ്പീസ് കൊടുക്കണോ അതോ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണമെന്ന്. അപ്പോൾ എന്താ പറയുക, ഞാൻ നേരെ 200, നമ്മുടെ ഇന്ത്യൻ രൂപയാണ് 200 രൂപ കൊടുത്തത്. അപ്പം ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇവിടുന്ന് ജയനഗറിന്
ജനക്പൂർ ധാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 70 നേപ്പാളി റുപ്പീസാണ്. അപ്പം 200 രൂപ കൊടുത്ത സമയത്ത് ബാലൻസ് എന്നത് ഇന്ത്യൻ റുപ്പീസ് അല്ല, 150 നേപ്പാളി റുപ്പീസാണ് അവർ തന്നത്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. പിന്നെ ഈ റൂട്ടൊന്നും ഇലക്ട്രിഫൈഡ് അല്ല. നമുക്ക് പോകാനുള്ളത് DMU ആണ്, അതായത് ഡെമോ ട്രെയിനാണ്, ഡീസൽ ട്രെയിനാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നേപ്പാളൊക്കെ ഉള്ളത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ജയനഗർ എന്നുള്ള ഒരു ബോർഡൊക്കെ കാണാം. ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 8:15 ആ വണ്ടി തന്നെയാണ് ഇവിടെ ഒരു 9:45 സമയമാകുമ്പം എത്തുക. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നല്ല തിരക്ക് വന്നു. ട്രെയിൻ ഇപ്പോൾ ഏകദേശം എത്താനായേ. ഇതൊക്കെ ഈ ഭാഗത്ത് തന്നെ നിൽക്കുന്നവരാണ്. അതായത് ഇവരിവിടെയുള്ളവരൊന്നും അല്ല, ഓരോ ഭാഗത്തുനിന്ന് വന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ നിൽക്കും. ഓരോരോ ജീവിതങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാം. ട്രെയിൻ എന്തായാലും എത്തട്ടെ. പിന്നെ ഇവിടെ ഒരുപാട് ആടുകളൊക്കെ കാണാം. ഇതാ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആടുകളെ കാണാം. ഇതാ അങ്ങ് ആ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു ഭാഗം പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്കല്ല പോകേണ്ടത്. ട്രെയിൻ വരുന്നത് ഇതാ ഇതുവഴിയാണ്. അങ്ങനെ ട്രെയിൻ കടന്നു വരികയാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രെയിൻ യാത്ര. ഇതിപ്പോൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ട്രെയിനാണല്ലോ, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആദ്യം വരില്ല, അവിടെ നിർത്തും. എന്നിട്ട് അതിലൂടെ ആൾക്കാർ ഇറങ്ങും. അതായത് ഈ കസ്റ്റംസിന് അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ അതിങ്ങോട്ട് വരുള്ളൂ. സ്റ്റേഷനിൽ നമുക്ക് പോകേണ്ട വണ്ടിയിൽ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും സീറ്റൊന്നും കിട്ടൂല. നീനെന്തായാലും വരട്ടെ ഇങ്ങോട്ട്. അങ്ങനെ ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിൻ നേപ്പാൾ റെയിൽവേസിന്റെ ആണ്. ഈ ട്രെയിനിന്റെ ഉൾഭാഗമൊന്നും പിന്നെ എടുത്തു പറയേണ്ടതില്ല, കാരണം നമ്മുടെ നാട്ടിലോടുന്ന മെമു ട്രെയിനില്ലേ അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല തിരക്കാണ്, നമുക്കിരിക്കാൻ സീറ്റൊന്നുമില്ല. എന്തായാലും ഇവിടെ എന്തായാലും നിൽക്കാം. നേപ്പാളിലേക്കുള്ള ട്രെയിൻ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. 9:45. ഇവിടെയൊക്കെ വീടുകളാണ്. ഈ വീടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊന്നും തേച്ചിട്ടില്ല. അതിൻ്റെ ആ ഒരു കട്ട അതുപോലെ കാണാം. ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് ജയനഗറിന് നേപ്പാൾ ബോർഡറിലേക്ക് 4 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. നേപ്പാൾ. ഇപ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ചെറിയൊരു ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നേപ്പാൾ വഴിയാണ്. നേപ്പാളിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഇനർവ. നമുക്ക് ആകെ 29 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കൃഷിപ്പാടങ്ങളാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രെയിൻ വഴി ഫസ്റ്റ് ടൈമാണ്. ഓരോ സ്റ്റേഷനും അടുത്തടുത്ത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ബോർഡർ സൈഡ് തന്നെയാണല്ലോ. ഒരു 10 കിലോമീറ്ററൊക്കെ മാറിക്കഴിഞ്ഞാലേ നമ്മൾ കറക്റ്റായി നേപ്പാളിലെത്തിയത് നമുക്ക് മനസ്സിലാവുള്ളൂ.
കൃഷിപ്പാടങ്ങളുടെ നടുഭാഗത്തായി വീടുകളൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ടിക്കറ്റൊന്നും എടുക്കാതെ ഇതിൽ കയറാനേ പറ്റില്ല. ഗജൂരി എന്നൊരു സ്ഥലത്തെത്തി ആൾക്കാരൊക്കെ കയറുന്നത് കാണാം. നല്ല തിരക്കുണ്ട് ഇവിടുന്നൊക്കെ. ചാക്കുംകട്ടൊക്കെ എടുത്തിട്ടാണ് ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ കയറുന്നവർക്കൊക്കെ ഇവിടെ നിൽക്കാം, അല്ലാതെ സീറ്റൊന്നും ഇല്ല. ഇതാണ് ആ സ്റ്റേഷൻ. നേപ്പാളെത്തിയതിനു ശേഷം നല്ല കാഴ്ചകളാണ്, നല്ല പച്ചപ്പാണ് ഏത് ഭാഗത്തും. ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയവരാണ് ഈ പോകുന്നത്. ഇവിടുത്തെ ഓരോരോ ഗ്രാമങ്ങളിലേക്കാണ് ഒരു പോകുക. അതായത് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണാം. മുഴുവനും ഇതുപോലുള്ള കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. ഈ കൃഷിപ്പാടങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ലൊരു തണുപ്പുണ്ട് എന്ന് പറയാം. കാരണം ജയനഗർ ഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നു, ഇവിടെ അത്ര ചൂടില്ല. ശരിക്കും ഈ നേപ്പാളും ഭൂട്ടാനൊക്കെ അടിപൊളിയാണ്. ട്രെയിൻ ഇപ്പം മഹിനാഥപൂർ എന്നൊരു സ്റ്റേഷനിലേക്ക് തിരികെയാണ്. അവിടെയാണ് പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതാ കൃഷിപ്പാടങ്ങൾ തന്നെയാണ് കാണാനായി സാധിക്കുക. ട്രെയിൻ ഇപ്പോൾ വൈദേഹി എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെയും ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഈ ഭാഗത്തെ പ്ലാറ്റ്ഫോമൊന്നുമില്ല. നമ്മളിപ്പോൾ ജനക്പൂരിലേക്ക് എത്താനായി. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ ഈ ഒരു ജനക്പൂരിലേക്ക് വരുമ്പം കൂടുതലായിട്ട് കാണാനുള്ള കാഴ്ച ഈ നെൽപ്പാടം ഇത് തന്നെയാണ്. എല്ലാ ഭാഗത്തും ഇതേ ഉള്ളൂ. അവിടെയൊക്കെ ഞാറ് നടുകയാണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം ഇവിടെ. ഇവിടെ വീട്ടിലേക്ക് കയറുന്ന മുൻഭാഗത്ത് തന്നെയാണ് ആടിനെയും പശുവിനെയൊക്കെ കെട്ടിയിട്ടുള്ളത്. വേണ്ട പശുവൊക്കെ ഇതാ. പതിനൊന്ന് 14 ട്രെയിൻ ഇപ്പോൾ ജനക്പൂർ സ്റ്റേഷനിലെത്തിയ. ഇവിടെയും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ടൗണിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അവിടെയാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറി നേപ്പാളിലെ ജനക്പൂരിൽ ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ട്രെയിനിലെ ഒരു 90% ആൾക്കാരും ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഈ ട്രെയിനിന് നേരെ പോകുന്നത് കുർത്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കുർത്ത നേപ്പാൾ റെയിൽവേസിൽ AC കമ്പാർട്ട്മെൻറ്റുള്ള വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് ഇതൊന്നുമില്ല.
ഇതുവഴി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇലക്ഷൻ ഐ ഡി കാർഡ് ഇല്ലേ, വോട്ടർ ഐ ഡി കാർഡ്, അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കാണിച്ചാൽ മതിയാവും. ഞങ്ങൾ ജയനഗറിൽ നിന്ന് ട്രെയിൻ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഭാഗം എത്തിയ സമയത്ത് പോലും, അല്ലെങ്കിൽ ട്രെയിനൊക്കെ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, എവിടെ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മാത്രം മതിയാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം പറയണമല്ലോ. 1937 ഈ ഒരു പാത ആദ്യമായിട്ട് ആരംഭിച്ചത്. അതായത് ചരക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ നേപ്പാൾ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് തടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അന്നത് പണിതിട്ടുണ്ടായത്. അന്ന് ഈ ഇത് വരുന്നത് ഗേജൊക്കെ വരുന്നത് നാരോ ഗേജ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം 2014 ക്ലോസ് ചെയ്തു. അതായത് എന്ന് വെച്ചാൽ ഗേജ് പരിവർത്തനത്തിന് വേണ്ടിയായിരുന്നു 2014 മുതൽ 2019 വരെ അത് ക്ലോസ് ചെയ്തത്. പിന്നീട് 2022 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രധാനമന്ത്രിയും കൂടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തത്. നേപ്പാളിലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക റെയിൽവേ പാത വരുന്നത് ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ജനക്പൂർ എത്തിയല്ലോ, ഇവിടുന്ന് ഒരു കുറച്ച് സ്റ്റേഷനുകൾ കഴിഞ്ഞാൽ കുർത്ത എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അവിടത്തേക്കും ട്രെയിൻ പോകുന്നുണ്ട്. കുർത്തയ്ക്ക് ശേഷം ബിജൽപുര എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അങ്ങോട്ടേക്കും ട്രെയിൻ പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ട്രെയിനും അങ്ങനെ പോകുന്നില്ല. ചില ട്രെയിനുകൾ ജയനഗറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നവിടെ തിരിച്ചും പോകും. പിന്നെ അതുപോലെ തന്നെ ഇത് പരിപാലിക്കുന്നതൊക്കെ NRC, അതായത് നേപ്പാൾ റെയിൽവേ കമ്പനിയാണ്. 2014 ഗേജ് പരിവർത്തനം വന്നത്. അതിന് മുന്നേ നാരോ ഗേജിൽ ഓടിയ ഒരു ലോക്കോമോട്ടീവാണ് പണ്ടത്തേതാ. അതൊക്കെ ഇപ്പോൾ തുരുമ്പെടുത്തു കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ഗേജ്, ബ്രോഡ് ഗേജ്. നമ്മൾ കയറിയ ആ ഒരു ലിവറില്ല കോച്ച്, പക്ഷെ അതെന്ന് വെച്ചാൽ നേപ്പാൾ റെയിൽവേ എന്നൊന്നും എവിടെ എഴുതിയിട്ടില്ല. അതിൽ നമ്മൾ നോർത്തേൺ റെയിൽവേൻ്റെ ആണ് എല്ലാ കോച്ചുകളും. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാറ്റിയതാകാം, വണ്ടി മാറ്റിയതാകാം, ചിലപ്പോൾ മാറ്റിയതാകാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ AC കോച്ചുമായിട്ട് ഒന്ന് ഉണ്ടാവാറുണ്ട്, അതും ഇപ്പൊ കാണുന്നില്ല. ആകെ ഇന്ന് ഈ ഒരു വണ്ടിയില്ല, നമ്മളിപ്പോ നേരത്തെ വന്ന വണ്ടി, ആ വണ്ടി തന്നെയാണ് ഇനി 3 ട്രിപ്പ് ഓടിക്കുന്നത്. അതെ, അതുപോലെ തന്നെ എന്താ പറയാ, ഈ ആളുകൾ കയറാത്തോണ്ട് തന്നെയാണ് AC ഒക്കെ ഒഴിവാക്കിയത്. സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു ചെക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൾക്കാരെ, ഈ റിക്ഷക്കാരൊക്കെ വളയുകയാണ് ഇവിടെ. എന്തൊരു തിരക്കാണ് ഇവിടെ. സ്റ്റേഷൻ കാണണ്ടേ? ഇതാണ് ജനക്പൂർ റെയിൽവേ സ്റ്റേഷൻ. കൂളായിട്ട് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഷൊർണൂരൊക്കെ പോകുന്ന പോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വന്നത്. ഒരു പ്രശ്നമോ ഒരു ചെക്കിങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരുപാട് ഇതുപോലുള്ള റിക്ഷകളുണ്ട്, ബാറ്ററി വണ്ടികൾ. പിന്നെ ഇവിടെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഞങ്ങൾ അടുത്ത ദിവസം പോകുന്നുണ്ട്. ജനക്പൂരിൻ്റെ നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ, അതായത് നേപ്പാളിൻ്റെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകാനുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വണ്ടി ആക്കിയിട്ട് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ പിന്നെ ഇതുവഴി നേരെ നടന്നാൽ മതി. സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ കടകളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാനുള്ള. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായാലും ഹോട്ടലുകളും അതായത് റെസ്റ്റോറൻറ്റുകളും അവൈലബിൾ ആവും. വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞങ്ങളിപ്പോൾ ബീഹാറിലെ ജയനഗറിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അവിടെ റൂം എടുത്തിട്ട് ഇവിടെ കണ്ടിട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകാം. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് അവിടെ നിന്നും കസ്റ്റംസിന്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ട്രെയിൻ വന്നിറങ്ങിയല്ലോ, ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഷൊർണൂരേക്കുള്ള ഒരു ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ട്രെയിൻ യാത്രയാണല്ലോ. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടോ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ആ ഒരു പ്രതീതി നമുക്ക് തോന്നുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് ഒഫീഷ്യലി വരുവാണെങ്കിൽ പാസ്പോർട്ട് ഒന്നും വേണ്ട. ഇലക്ഷൻ ID ഇല്ല, നമ്മുടെ വോട്ടർ ID അത് മാത്രം കയ്യിൽ കരുതിയാൽ മതി. ചെക്കിങ്ങിന് അത് മാത്രം കാണിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചില്ല. ഞങ്ങളതിൽ ഇലക്ഷൻ ID കാർഡ് ഉണ്ടായിരുന്നു, ആധാർ കാർഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് ചോദിച്ചില്ല, ഇവിടെ ഇറങ്ങിയ സമയത്തും ചോദിച്ചിട്ടുണ്ടായില്ല. അതെ, ഈ നിങ്ങൾ നേപ്പാളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് വഴി പോവാം. ഗോരഖ്പൂരിലെ സൊനൌലി വഴി പോവാം, ബീഹാറിലെ തന്നെ റക്സോൽ വഴി ബീർഗഞ്ച് വഴി പോവാം. ഇപ്പം നമ്മൾ വന്ന ഈ ഒരു ജയനഗർ ഈ റൂട്ട് വഴി പോവാം. കാത്മണ്ഡു ശരിക്കും പറഞ്ഞാൽ അടുത്ത് റക്സോൽ ആ ഭാഗത്താണല്ലേ? കാത്മണ്ഡു വരുന്നത് റക്സോൽ നിന്നാണ്. റക്സോലിൽ നിന്ന് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് 140 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്നാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ജനക്പൂർ നിന്നാണെങ്കിൽ 220 കിലോമീറ്റർ വരുന്നുണ്ട്. സൊനോലി നിന്നാണെങ്കിൽ കാഠ്മണ്ഡുവിലേക്ക് ഒരു 260 കിലോമീറ്റർ വരുന്നുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയുക, ബീർഗഞ്ചിലായാലും ഇവിടെ ആയാലും എയർപോർട്ടൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിന് പകരം പോവാം. അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകളും ഉണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ട്രെയിൻ യാത്ര, നേപ്പാളിലേക്ക് ഒരു ട്രെയിൻ യാത്രയൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴിയൊക്കെ ഒന്ന് വരിക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.